ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അരുണിമ സിൻഹ എന്നായിരുന്നു അവളുടെ പേര്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു വോളിബോൾ കളിക്കാരിയായിരുന്നു അവൾ. പക്ഷേ 2011 ഏപ്രിൽ 11 അവൾ ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്ക് വരുന്ന ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. കുറേ മോഷ്ടാക്കൾ ചേർന്ന് അവളെ ആക്രമിച്ച് അവളെ ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിട്ടു. ആ സമയത്ത് തന്നെ എതിർദിശയിൽ വന്ന ട്രെയിൻ തട്ടി അവൾ ട്രാക്കിലേക്ക് വീണു. ബോധം വന്ന് അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അപകടത്തിൽ തൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റേ കാലിലെ എല്ലുകൾ പുറത്തു കിടക്കുന്നു. എഴുന്നേൽക്കാൻ പോലും ആരോഗ്യമുണ്ടായിരുന്നില്ല അവൾക്ക്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ ആരും തന്നെ രക്ഷയ്ക്കായിട്ട് അവിടെ എത്തിയില്ല. പിന്നെ ട്രാക്കിൽ രാത്രികളിൽ ഉണ്ടായിരുന്നത് മാംസം തിന്നുന്ന എലികളായിരുന്നു. മുറിവേറ്റ് ചോരയൊലിപ്പിച്ച് കിടന്ന കാലിൽ കൂടി എലികൾ കയറി ഇറങ്ങുന്നത് കണ്ട് ഉച്ചത്തിൽ കരയാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. നേരം വെളുത്തപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധ അവളുടെ മേലെത്തിയത്. ആളുകൾ ചേർന്ന് അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു, ഇതിന് ശരിയാവാൻ വർഷങ്ങളെടുക്കും. ഒരു കാൽ നഷ്ടമായ അവളുടെ അവസ്ഥ കണ്ട് എല്ലാവരും സഹതാപത്തോടെ പറഞ്ഞു, പാവം, ഇനി എന്തു ചെയ്യാനോ, ഇങ്ങനെ ജീവിതാവസാനം വരെ മരിച്ചു ജീവിക്കാം. പക്ഷേ അവൾ തൻ്റെ വിധിയാണെന്ന് ഓർത്ത് ഒതുങ്ങിക്കൂടാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം പരിമിതികളെ മറികടക്കാനുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് അവൾ ആശുപത്രി വിട്ടത്. നിരാശയിൽപ്പെട്ട് അവൾ തന്നെ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് കരുതിയവരുടെ മുൻപിൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ വികലാംഗയായ സ്ത്രീ എന്ന് തെളിയിക്കാൻ അവൾക്ക് പിന്നീട് വെറും 2 വർഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. 2015 പത്മശ്രീ നൽകി ഇന്ത്യ അവളെ ആദരിച്ചു. ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കി അരുണിമ ഇന്ന് പർവ്വതാരോഹരിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി നിൽക്കുന്നു. വീഴ്ചകളിൽ തളരാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് ജയിച്ചേ മതിയാകും. അതിനു വേണ്ടത് ഇച്ഛാശക്തിയാണ്. എന്നെ തോൽപ്പിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ലെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ഒന്നിനും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. 1 കൊരിന്ത്യർ 15 പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഉറപ്പുള്ളവരായിരിക്കാനും ഇച്ഛാശക്തിയോടെ പ്രതിസന്ധികളെ മറികടക്കുവാനും എപ്പോഴും ശ്രമിക്കുന്നവരും ആകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.